ഫിലിപ്പീൻസിലെ മനില ഉൾക്കടലിനോട് ചേർന്നുള്ള കടലിലാണ് അമേരിക്കൻ സൈന്യം നിർമ്മിച്ച ഏറ്റവും മികച്ച പടക്കപ്പലുകളിൽ ഒന്നുള്ളത്. ഫോർട്ട് ഡ്രം എന്ന് പേരുള്ള ഈ പടക്കപ്പലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചലിക്കില്ല എന്നതാണ്. ഒരു കാലത്ത് കടലിന് നടുവിലെ പാറകൾ നിറഞ്ഞ ചെറുദ്വീപിനെയാണ് അമേരിക്കൻ നാവികസേന കോൺക്രീറ്റുകളും ആയുധങ്ങളും നിറച്ച് പടക്കപ്പലിന്റെ രൂപത്തിൽ നിർമ്മിച്ചെടുത്തത്. കടലിലെ ആധിപത്യം ലോകത്തിന്റെ ആധിപത്യമായിരുന്ന കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം വരെ അമേരിക്കൻ സേനയുടെ നിർണായക താവളങ്ങളിൽ ഒന്നായി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. 1909 അമേരിക്കൻ സൈന്യം ഫോർട്ട് ഡ്രമ്മിന്റെ പണി തുടങ്ങുന്നത്. 1914 സർവ്വസന്നാഹങ്ങളുള്ള ചലിക്കാത്ത പടക്കപ്പലും കോട്ടയുമായി ഫോർട്ട് ഡ്രം മാറി. രണ്ട് ഇരട്ട 14 ഇഞ്ച് തോക്കുകളും 6 ഇഞ്ച് തോക്കുകളും വിമാനവേധ ആയുധങ്ങളും സെർച്ച് ലൈറ്റുകളും എല്ലാമായാണ് ഫോർട്ട് ഡ്രം മനില ഉൾക്കടലിലേക്കുള്ള ശത്രുക്കളുടെ വരവിനെ തടഞ്ഞത്. 50 അടി നീളവും 144 അടി വീതിയും ഉണ്ടായിരുന്നു നിർമ്മാണം പൂർത്തിയായപ്പോൾ ഫോർട്ട് ഡ്രമ്മിന്. 1941 പേൾ ഹാർബർ ആക്രമണത്തിനു ശേഷം ശക്തമായ ആക്രമണങ്ങൾ ഫോർട്ട് ഡ്രമ്മിനും നേരിടേണ്ടി വന്നു. 1942 ജാപ്പനീസ് സൈന്യത്തിന്റെ ശക്തമായ ആക്രമണത്തിനൊടുവിൽ ഫോർട്ട് ഡ്രമ്മും അവരുടെ നിയന്ത്രണത്തിലായി. 1945 വരെ ജപ്പാനായിരുന്നു ഇതിന്റെ നിയന്ത്രണം. പക്ഷേ ഇന്ന് സഞ്ചാരികൾക്ക് സന്ദർശിക്കാവുന്ന ഒരു സ്ഥലം കൂടിയായി ഫോർട്ട് ഡ്രം മാറി. സൈനികവും ചരിത്രപരവുമായ പ്രാധാന്യം ഏറെയുള്ള ഫോർട്ട് ഡ്രമ്മിലേക്ക് എത്തിപ്പെടുക അത്ര എളുപ്പമല്ല. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന ചരിത്രാന്വേഷികൾക്ക് മുന്നിൽ പുതിയൊരു അനുഭവമായിരിക്കും ഫോർട്ട് ഡ്രമ്മിലേക്കുള്ള യാത്ര. അസാധാരണ വലിപ്പത്തിലുള്ള കോൺക്രീറ്റ് നിർമ്മിതിയാകും ഇവിടെ എത്തുന്നവരെ സ്വീകരിക്കുക.